ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറച്ച് നാളുകളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു നല്ല ലോങ് ഗ്യാപ്പായിട്ടുണ്ട് വീഡിയോസൊക്കെ ചെയ്യാൻ. ഒരു വീഡിയോ അപ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇന്ന് വീഡിയോ എടുക്കാനായിട്ടൊരു കാരണമുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹർത്താൽ തന്നെയാണ്. ഇന്നത്തെ ഹർത്താലിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും അറിയാം. നമ്മുടെ നിതിൻ രാജ് BDS വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ കൊലപാതക കുറ്റത്തിൻ്റെ ഉത്തരവാദികളുടെ പേരിൽ കേസെടുക്കുക, അവർക്ക് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക, അതുപോലെ തന്നെ ആ കോളേജിൻ്റെ അംഗീകാരം റദ്ദ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഹർത്താലിൻ്റെ റീസൺ എന്ന് പറയുന്നത്. വളരെ നല്ലൊരു ഇൻറ്റൻഷനോട് കൂടി ചെയ്യുന്നൊരു ഹർത്താലാണിത്. പക്ഷേ ഇന്ന് കണ്ടത് ആ നല്ല ഇൻറ്റൻഷനോട് കൂടി ചെയ്ത ഹർത്താൽ വളരെ മോശപ്പെട്ട രീതിയിലേക്ക് എത്തിയൊരവസ്ഥയാണ്. ഹർത്താൽ എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ സ്വൈര്യവിഹാരത്തെ നശിപ്പിക്കുകയോ അവരുടെ അവകാശങ്ങളെ നശിപ്പിക്കുകയോ ചെയ്യുന്നത് അല്ല ഹർത്താൽ എന്ന് പറയുന്നത്. അതിപ്പോൾ ഏത് സംഘടനകളാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും. ഇവിടെ ഇന്നത്തെ ഹർത്താൽ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവശ്യ സേവനങ്ങളും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വെടിക്കെട്ട് അപകടമുണ്ടായ തൃശ്ശൂർ ജില്ലയിലുള്ള ആ ഒരു പ്രദേശവും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് ഹർത്താലിൽ നിന്നും. ദാറ്റ് മീൻസ് നമുക്ക് നമ്മുടെ ചികിത്സ, എന്തെങ്കിലും നമ്മുടെ എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ, വിവാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അവിടെ തടസ്സം വരുന്നില്ല. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോസിൽ കണ്ടതാണ്, വളരെ ഒരു ചെറിയ കുട്ടി, ആ കുട്ടിക്ക് തീരെ വയ്യ, അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഹോസ്പിറ്റലിലേക്ക് കയറ്റിവിടുന്നില്ല കുട്ടീനെ. അതുപോലെ തന്നെ അവർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ കൊണ്ടുപോകാനായിട്ട് അവർ വിത്ത് ഡോക്യുമെൻറ്റോട് കൂടിയാണ് അവിടെ നിൽക്കുന്നത്. അതായത് ഇതാണ് ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ ഡോക്യുമെൻറ്റ്, ഞങ്ങൾക്ക് ഇവിടെ അപ്പോയിൻമെൻറ്റ് ഉള്ളതാണ്, ഡോക്ടറെ കാണണം. അപ്പോൾ അവർ പറയുന്നൊരു വാചകമുണ്ട്, ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ ഹർത്താൽ അനുകൂലി എന്ന് പറയുന്ന ഒരു ആൾ പറയുന്നൊരു വാചകമുണ്ട്, ഡോക്ടർ അവിടെ തന്നെ ഉണ്ടാകും, പിന്നെ ആയാലും പോയി കണ്ടാൽ മതി. ഇതാണോ അവശ്യ സേവനങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന സമാധാനപരമായിട്ടുള്ള ഹർത്താൽ? ഇതാണ് സമാധാനപരമായിട്ടുള്ള ഹർത്താൽ? ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ സമാധാനപരമായിട്ടുള്ള ഹർത്താലാണ് ഇതെന്നുള്ളത്. എന്നിട്ട് എന്തുകൊണ്ട് അവശ്യ സേവനങ്ങൾ നിങ്ങൾ കൊടുക്കുന്നില്ല? അവിടെ നിങ്ങൾ ഉപദ്രവകാരികളാകുന്നു, അവിടെ നിങ്ങൾ വഴി തടയുന്നു, നിങ്ങൾ വാഹനങ്ങൾ നശിപ്പിക്കുന്നു, ഈവൻ പോലീസുകാരുടെ അടുത്ത് പോലും കയ്യേറ്റത്തിന് ചെല്ലുന്നു. ഇന്ന് നമ്മുടെ ഇടുക്കി ജില്ലയിലാണെങ്കിൽ, ഇവിടെ തൊടുപുഴയിലാണെങ്കിൽ പോലും ഹർത്താൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത് കഴിഞ്ഞു. പ്രതിഷേധമോ സമരമോ ഉണ്ടായാലും അതിൽ ജനങ്ങളുടെ യാത്ര, അതുപോലെ തന്നെ ചികിത്സ, വിദ്യാഭ്യാസം, ജോലി, ഇതൊന്നും തടസ്സപ്പെടുത്താത്ത രീതിയിലായിരിക്കണം നമ്മുടെ സമരം നടത്തേണ്ടത്. പക്ഷേ കേരളത്തിൽ നിർഭാഗ്യവശാൽ അതൊന്നും അല്ല നടക്കുന്നത്. സത്യം പറഞ്ഞ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് നല്ല രീതിയിൽ പ്രതികരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് പറ്റാവുന്ന രീതിയിൽ തന്നെ ഞാൻ വീഡിയോസിൽ കയറിയിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ പറ്റുള്ളായിരുന്നു. പക്ഷെ എന്തുകൊണ്ട്, എനിക്കൊരു ചാനലുണ്ടല്ലോ, എന്തുകൊണ്ട് എനിക്ക് ഇട്ടുകൂടാ? എല്ലാവരെയും പോലെ തന്നെ ഈ നിതിൻ രാജ് എന്ന് പറയുന്ന കുട്ടിക്ക് നല്ലൊരു നീതി കിട്ടുക, അവർക്ക് നല്ലൊരു നീതി നടപ്പാക്കി കൊടുക്കുക എന്ന് എനിക്കും ഇവിടെയുള്ള എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് ഈ രീതിയിലല്ല നടത്തേണ്ടത്. മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടാവരുത് ഇതൊന്നും ചെയ്യുന്നത്. അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഈ ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നവരും ഈ നിതിൻ രാജിനെ ഉപദ്രവിച്ചവരും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? അപ്പോൾ ഇവിടെ നടത്തുന്ന ഈ ഹർത്താലുകൾ നല്ല ഇൻറ്റൻഷൻ ആണെങ്കിലും എന്താണെങ്കിലും, അതിപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നതാണെങ്കിലും ഏതെങ്കിലും സംഘടനകൾ നടത്തുന്നതാണെങ്കിലും, നല്ല രീതിയിൽ നടത്തുന്ന ഹർത്താലുകളെ എല്ലാവരും അനുകൂലിക്കും, എല്ലാവരും അംഗീകരിക്കും. പക്ഷേ ഇങ്ങനെ മറ്റുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങളെ നശിപ്പിച്ചിട്ട് ചെയ്യുന്നവയെ ആരും അംഗീകരിക്കാനും പോകുന്നില്ല, ആരും കൂടെ നിൽക്കാനും പോകുന്നില്ല. ഇന്നത്തെ ഈ വീഡിയോ എനിക്കൊരു അഭിപ്രായം പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അതിപ്പോൾ ഞാനൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആളല്ല, അതുകൊണ്ട് എനിക്ക് ഡയറക്റ്റായിട്ട് പോയി ചെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് നമുക്കൊരു സോഷ്യൽ മീഡിയ ഉണ്ട്. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞുകൂടാ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.